CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും വരുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ നിരാശ നൽകുന്ന അപ്ഡേറ്റുകൾ തന്നെയാണ്. ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ വിദേശ താരങ്ങളെ കുറിച്ച് തന്നെയാണ്. ഏതായാലും നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ 2 വിദേശ താരങ്ങൾ അടുത്ത ISLന്റെ 12ാമത്തെ സീസണിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ കളിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാർക്കസ് മെർഗലാവു തന്നെയാണ്. ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം. അതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എല്ലാവരും ശ്രമിക്കുക. ഏതായാലും അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലെ വിദേശ കളിക്കാരുടെ കാര്യത്തിൽ ഇതുവരെ വലിയ അനിശ്ചിതത്വം ഇനിയും അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ക്വാമി പെപ്ര എന്നുള്ള ആ ഒരു താരം, ആ ഒരു ഗാന സ്ട്രൈക്കർ തീർച്ചയായിട്ടും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി കളിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ അതേസമയം മിലോസ് ട്രിഞ്ചിച്ച് എന്നുള്ള ആ ഒരു മോണ്ടിനിഗ്രൻ ഡിഫൻഡറും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി പന്ത് തട്ടുകയില്ല. മിലോസ് ട്രിഞ്ചിച്ച് എന്നുള്ള ഈ ഒരു മോണ്ടിനിഗ്രൻ ഡിഫൻഡർക്ക് ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ കരാറുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും പരസ്പരം ഒരു വേർപിരിയലിന് ഇവർ രണ്ടുപേരും തയ്യാറായേക്കാമെന്നാണ് ഏറ്റവും പുതിയ മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും മിലോസ് ട്രിഞ്ചിച്ചും ഈ ഒരു സീസണിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് തുടരില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് മിലോസ് ട്രിഞ്ചിച്ച് എന്നുള്ള ആ ഒരു താരം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ളൊരു സെന്റർ ബാക്കിനെ ടീമിലേക്ക് എത്തിക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഡിഫൻഡറെ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇനി നോട്ടം ഇടുക എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് തിരി എന്നുള്ള ആ ഒരു മുംബൈ സിറ്റി എഫ്സിയുടെ ഡിഫൻഡറെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അതിയായി ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള ഒരു ആശങ്കയും ഉണ്ടായിരുന്നു. സെന്റർ ബാക്ക് പൊസിഷനിലും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൽപ്പുള്ള ഈ ഒരു തിരി എന്നുള്ള താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ 2 കോടിയോളം രൂപ മുടക്കേണ്ടി വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് 2 കോടിയോളം രൂപയാണ്. പക്ഷേ അതും അങ്ങനെ നടക്കാതെ പോയിരിക്കുകയാണ്. തിരി ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് നൽകിയ ഓഫർ നിരസിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു നല്ല രീതിയിലുള്ള നീക്കവും ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരമായിട്ടുള്ള സന്ദീപ് സിംഗിനെ കുറിച്ചാണ്. ഈ അടുത്ത് ഗുവാഹത്തിയിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ പരിശീലകർക്കായിട്ടുള്ള AIFFD സർട്ടിഫിക്കറ്റ് കോഴ്സിൽ സന്ദീപ് സിംഗും പങ്കെടുക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുവാഹത്തിയിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ പരിശീലകർക്കുള്ള പരിശീലകന്മാർക്കുള്ള ആ ഒരു ടെസ്റ്റിൽ ആ ഒരു പരിശീലന സെക്ഷനിലൊക്കെ കോഴ്സിൽ ആ ഒരു സന്ദീപ് സിംഗ് എന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡിഫൻഡറും പങ്കെടുക്കുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്നുള്ള ആ ഒരു ക്ലബ്ബ് നല്ല രീതിയിൽ അയച്ചു പണിയേണ്ടത് തന്നെയുണ്ട്. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് ഡ്യൂറന്റ് കപ്പ് എന്നുള്ള ആ ഒരു കപ്പാണ്. അതിനുശേഷം വീണ്ടും ISL തുടങ്ങുകയും ചെയ്യും. ഡ്യൂറന്റ് കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ഡ്യൂറന്റ് കപ്പ് നടക്കാൻ പോവുക 2025 ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 23 വരെ ആയിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയായിട്ടുള്ള ഡ്യൂറന്റ് കപ്പാണ് ഇനി മുന്നിലുള്ളത്. നല്ല രീതിയിൽ തയ്യാറെടുത്താൽ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു കപ്പ് സ്വന്തമാക്കാൻ സാധിക്കും. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തയ്യാറെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. താരങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും നല്ല രീതിയിൽ വർക്കൗട്ട് ആയാലും കൂടാതെ തന്നെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ഒക്കെ ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് തന്നെ കപ്പടിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്നുള്ളത്. ഏതായാലും ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് കപ്പടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.